आईफोन जीतने के लिए तैयार हो जाओ। सोनिक देखो आईफोन जीतो कॉन्टेस्ट सोमवार से शुक्रवार सुबह 10 बजे से 12 बजे तक सोनिक पर। Watch full episodes on Jio Hotstar. The dancing octopus. Let the show begin. മനോഹരായിട്ട് ഡാൻസ് ചെയ്യുന്നേ. കലക്കി കലക്കി. താങ്ക് യു. ജീവിതത്തിൽ സന്തോഷവുമുണ്ട് ദുഃഖവുമുണ്ട്. പക്ഷെ ഇതാണല്ലോ ജീവിതത്തിന്റെ ഒരു സുഖം. ഇനി അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും Crying Fish. എന്റെ അമ്മോ, ഈ മീന്റെ ശബ്ദത്തിൽ എന്തൊരു ദുഃഖമാണ്. ഇത് കാണുമ്പോ അഭിനയിക്കുന്നത് പോലെ തോന്നുന്നില്ല. ആരെങ്കിലും അവിടേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോയി ചേർക്കണമേ. എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. Thank you. The show is over for now. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഷോ ഇഷ്ടപ്പെട്ടു എന്ന്. എന്റെ സ്വർണ്ണ മത്സ്യമേ, നിന്നെ കാണാൻ എന്ത് സൗന്ദര്യമാണ്. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അഭിനയിച്ചത്? നിനക്ക് ലോകരെയൊക്കെ സന്തോഷിപ്പിക്കാൻ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൂടായിരുന്നില്ലേ? എന്താ പറഞ്ഞത്? ഞാൻ സന്തോഷിപ്പിക്കാനാണോ കരയുന്നേ? അതെന്റെ ഹൃദയത്തിന്റെ ഭാഷയാണ്. അത് കണ്ണീരായി പുറത്തു വരുന്നു. എനിക്ക് എന്റെ കുടുംബത്തെയും ബന്ധുക്കളെയും കുറിച്ചാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്കൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കരയുന്നത് പോലും ഒരു തമാശയാണല്ലേ? നീ എവിടുന്നാണ് വരുന്നത്? നിന്റെ വീട് എവിടെയാ? ഞാൻ ഒരിക്കലും ഇവിടേക്ക് ഇഷ്ടത്തോടെയല്ല വന്നത്. എന്നെ പിടിച്ചോണ്ട് വന്നതാണ്. നിങ്ങൾ മനുഷ്യരെ പോലെ എനിക്കും ഒരു കുടുംബമുണ്ട്, കൂട്ടുകാരുമുണ്ട്. എന്നെ പോലെ കുടുംബവും ബന്ധുക്കളും കൂട്ടുകാരുമുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ. അതിലൊരാളാണ് ഒക്ടോപ്പസ് ക്വീൻ. എന്നാൽ ഒക്ടോപ്പസ് ക്വീനിന് ഞങ്ങളുടെ സ്വർണ്ണനിറം ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവർ എന്താ ചെയ്തെന്നറിയോ? ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയെല്ലാം അവർ ബന്ധനസ്ഥരാക്കിക്കൊണ്ടിരുന്നു. എന്റെ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും കൂട്ടുകാരും എല്ലാവരും അവരുടെ തടവിലാണ്. എന്റെ കുടുംബം മൊത്തം ഇപ്പൊ ഒക്ടോപ്പസിന്റെ തടവിൽ കഴിയുകയാണ്. സ്വർണ്ണ മത്സ്യമേ, എനിക്കറിയില്ലായിരുന്നു നിന്റെ കണ്ണീരിന് പുറകിൽ ഇത്രയും വലിയൊരു കഥയുണ്ടായിരുന്നെന്ന്. എന്റെ മോട്ടു, നീ പിന്നീട് തേങ്ങി തേങ്ങി കരഞ്ഞോ? ആദ്യം ഈ സ്വർണ്ണമീന് പറയുന്നൊന്ന് കേക്ക്. നിനക്കറിയാം എന്റെ മനസ്സ് എത്ര ലളിതമാണെന്ന്. സ്വർണ്ണ മത്സ്യത്തിന്റെ ഈ ദുഃഖ കഥ കേട്ടപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. സ്വർണ്ണ മത്സ്യമേ, പിന്നെ എന്താണ് സംഭവിച്ചത്? പറയൂന്നേ. ഞാൻ
എങ്ങനെയോ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഈ അക്വേറിയം മുതലാളിയുടെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായില്ല. എനിക്ക് എന്റെ കുടുംബത്തെ കണ്ടേ പറ്റൂ. അവരുടെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. പത്ലു, നമുക്ക് സ്വർണ്ണ മത്സ്യത്തിന് സഹായിച്ചേ പറ്റൂ. എന്റെ മോട്ട് നീ ഒന്ന് കരയാതിരിക്കെ, എനിക്കും കരച്ചില് വരിക. ഇത് നോക്കൂ സ്വർണ്ണമീനെ, നീ വിഷമിക്കണ്ട. ഞാനും മോട്ടുവും ചേർന്ന് നിന്റെ കുടുംബത്തെ ഒക്ടോപ്പസ് ക്യൂനിൽ നിന്ന് രക്ഷിക്കാം. സത്യാണോ? നിങ്ങൾ എന്നെ സഹായിക്കുമോ? എന്റെ കുടുംബത്തെ ഒക്ടോപ്പസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? സത്യമാണ് സ്വർണ്ണ മത്സ്യമേ, സത്യമാണ്. മോട്ടു പത്ലു ഒരു വാക്ക് പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. ഇന്നു മുതൽ നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്. അതെ അതെ, അവർ നിന്നെ തീർച്ചയായും സഹായിക്കും. പ്ലീസ് എന്നെയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകൂ. ഞാൻ ഇതുവരെ എന്നെ പോലെയുള്ള ഒരു ഒക്ടോപ്പസിനെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ അക്വേറിയത്തിലായിരുന്നു. ഇല്ല ഇല്ല, നീ ഞങ്ങളുടെ കൂടെ ഒരിക്കലും വരാൻ പറ്റില്ല. ഞങ്ങൾ സ്വർണ്ണ മത്സ്യത്തിന് സഹായിക്കാൻ വേണ്ടി പോവാണ്, അല്ലാതെ ഞങ്ങൾ വെറുതെ കറങ്ങാൻ പോവല്ല. പ്ലീസ് പ്ലീസ് എന്നെ സഹായിക്കൂ പ്ലീസ്. എങ്കിൽ ശരി ശരി, വരൂ. പക്ഷേ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. മോട്ടു, ഒന്ന് നീ പിടിച്ചോ, ഒന്ന് ഞാൻ പിടിച്ചോളാം. ഇത് നോക്കൂ, സ്വർണ്ണമീനും ഒക്ടോ ജാക്സണും ഇതിൽ വന്ന് കേറിക്കോ. വേഗം വന്ന് കേറിക്കോ, വേഗം. അങ്ങനെ തന്നെ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ ഇവിടെ നിങ്ങളെ രണ്ടുപേരും അക്വേറിയം സംരക്ഷിക്കാനാണ് നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് ഓരോ സാധനങ്ങളും മോഷ്ടിക്കാനാണോ ശ്രമിക്കുന്നത്? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. മോഷണം ഞങ്ങളുടെ പരമ്പരയിൽ തന്നെ ഇല്ലാത്തതാണ്. ഞങ്ങൾ ഈ സ്വർണ്ണ മത്സ്യത്തിന് സഹായിക്കുവാൻ ഒക്ടോപ്പസ് വേൾഡിലേക്ക് പോവുകയാണ്. ഇതിന്റെ അച്ഛനും അമ്മയും ഏട്ടനും അനിയത്തിയും ഒക്കെ അവിടെ വിഷമിച്ചിരിക്കുവാത്രേ. ഓക്ടോപ്പസ് വേൾഡ്, സ്വർണ്ണ മത്സ്യത്തിന്റെ അച്ഛനും അമ്മയും ചേട്ടത്തിയും അനിയത്തിയും. എന്ത് രസമുള്ള ഒരു കഥയാണ് ഇപ്പൊ പറഞ്ഞത്. തിരിച്ചു വെക്കൂ ഇതിന് രണ്ടിനെയും. ഈ ഗോൾഡ് ഫിഷും പിന്നെ ഈ ഡാൻസിങ് ഒക്ടോപ്പസുമാണല്ലോ എന്റെ ഈ പരിപാടിയുടെ ഷോ സ്റ്റോപ്പേഴ്സ്. എന്നിട്ട് നീ ഇതിനെ തന്നെയാണോ മോഷിച്ചോണ്ട് ഓടാൻ നോക്കുന്നത്? സാറേ, നിങ്ങൾ എന്റെ വാക്കുകളിൽ ഒന്ന് വിശ്വസിക്കൂ. സ്വർണ്ണ മത്സ്യമേ, അദ്ദേഹത്തോട് പറ. ഗാർഡ്സ്, പിടിക്കൂ ഈ മോട്ടു പത്ലുമാരെ, എന്നിട്ട് വെളിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കൂ. മാനേജർ സാറ്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്നേ. ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി നല്ലോണം അറിയാം. ഞങ്ങൾ തന്നെ പോയിക്കോളാം. പത്ലു, വന്നോളൂ. എന്റെ മോട്ടു, അവര് നമ്മളെ പുറത്താക്കാനുള്ള പരിപാടിയാ. അതിനു വേണ്ടിട്ട് അവരങ്ങനെ പറയുന്നത്. പിടിക്കവന്മാരെ, അവർ ഓടി മോട്ടു, രക്ഷപ്പെടരുത്. സൂക്ഷിച്ച്. ഓടിക്കോ, അയ്യോ, ഓടിക്കോ, രക്ഷപ്പെട്ടോ. രക്ഷിക്കേ. ഡോക്ടർ ജഡ്ക, വേഗം കാർ എടുത്തോണ്ട് അക്വേറിയത്തിന്റെ അടുത്തേക്ക് വാ. ഈ ബോട്ട് എവിടെ പോയി കിടക്കുവോ? എന്റെ ജഡ്ക സാറേ, മോട്ടുവിന്റെ പിന്നാലെ പോ. കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇപ്പൊ പറയാൻ സമയമില്ല. മീനുകൾ, മോട്ടു പത്ലു, ഞാൻ നിങ്ങളെ വിടില്ല. സ്വർണ്ണ മത്സ്യവും ഓക്ടോ ജാക്സണും വരൂ. നമുക്കിത് ഒരുമിച്ച് റോൾ ചെയ്ത് പോവാം. കമോൺ, ഒന്ന് വേഗമാവട്ടെ. ഹോയ് പത്ലു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്?
ഡോക്ടർ ജഡ്ക സാറ്, അക്വേറിയത്തിലെ സ്വർണ്ണ മീനില്ലേ, അതിന്റെ കുടുംബത്തെ കടലിനടിയിലുള്ള ഒക്ടോപ്പസ് ക്യൂൻ തടങ്കലിൽ വെച്ചിരിക്കുക. സ്വർണ്ണമീൻ ഞങ്ങളോട് വന്ന് അവരെ രക്ഷിക്കുവാനായി അപേക്ഷിച്ചിരുന്നു. അവരെ രക്ഷിക്കുവാനായിട്ടാണ് മോട്ടു അക്വേറിയത്തിലേക്ക് ഇറങ്ങി എല്ലാവരെയും കടലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് നടന്നത്. മമ്മി, അപ്പൊ ഇനി നമ്മളും അവരോടൊപ്പം സമുദ്രത്തിലേക്ക് പോകേണ്ടി വരുമോ? എല്ലാവരും മാറി നിൽക്കൂ, അരികിലേക്ക് മാറി നിൽക്കൂ. അങ്ങോട്ട് നോക്കൂ, ഫിഷസിന്റെ അക്വേറിയം പോണ പോക്ക് കണ്ട. ഓടിക്കോ, വേഗം ഓടിക്കോ. ഏയ്, രക്ഷപ്പെട്ടോ, ഓടിക്കോ. സർ ആ മോട്ടു നിക്കണ യാതൊരു ലക്ഷണവും കാണുന്നില്ല സാറേ. ഞങ്ങളിപ്പോ അയാളെ പിന്തുടർന്ന് ഇങ്ങനെ സമുദ്രത്തിന്റെ അടുത്ത് വരെ എത്തി. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ട സാർ? എന്തെങ്കിലും ചെയ്യ്. പക്ഷെ അക്വേറിയം സമുദ്രത്തിന് അകത്ത് പോകാൻ പാടില്ല കേട്ടോ. അത് സമുദ്രത്തിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഒരു വലിയ മതില് കെട്ടി തടയാൻ നോക്ക് കേട്ടോ. ഓക്കെ ബോസ്. ഹലോ ബോസ്, ഞങ്ങൾ അക്വേറിയത്തെക്കാളും 3 ഇരട്ടി വലിയ മതിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഇനി ആ മോട്ടൂന് ഇത് കടന്നു പോവാൻ യാതൊരു സാധ്യതയുമില്ല ബോസ്. എന്റെ മുമ്പിൽ ഒരു ചോരരിപ്പുണ്ട്. വേഗം എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. ഡോക്ടർ ജഡ്ക എന്തെങ്കിലും ഒന്നും ചെയ്യാതിരിക്കില്ല. അതുവരേക്ക് നീ വന്നുകൊണ്ടേ ഇരിക്ക്. ഡോക്ടർ ജഡ്ക എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ആ അക്വേറിയം ചുവരിൽ തട്ടാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഓയ് പത്ലു, നിങ്ങൾ പേടിക്കണ്ട. ഡോക്ടർ ജഡ്കയുടെ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? 1 2 3 4. മമ്മി, രക്ഷിക്കണേ. ഡോക്ടർ ജഡ്ക, ഇങ്ങനെ ധൃതിയിൽ ലാൻഡ് ചെയ്തതിനു മുമ്പ് ഞങ്ങളെ ഒന്ന് വിവരം അറിയിച്ചോണേ. ഇതെന്താ ഈ ബട്ടൺ എന്താ പറ്റിയത്? മമ്മി, ഡോക്ടർ ജഡ്ക എന്തേലും ഒന്ന് ചെയ്യൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. മമ്മി, എന്താ ഡോക്ടർ ജഡ്ക, നിങ്ങളെ കാറ് വെള്ളത്തിൽ കൂടെ ഓടിക്കാനാണോ നോക്കുന്നത്? എല്ലാവരും ചെന്ന് ആഘോഷിക്കേ. കടൽ ഇത്രയ്ക്ക് മനോഹരാണോ? എനിക്ക് സത്യത്തിൽ ഡാൻസ് കളിക്കാൻ തോന്നുന്നു. ഓ, യാ, 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 ഒളിച്ചേ.
എന്റെ മോട്ടു ഡാൻസ് ഒക്കെ മതിയാക്ക്. നമ്മളിവിടെ എന്തിനാണ് വന്നത്? ആ ജോലി ചെയ്ത് തീർക്കണ്ടേ? നീ വേഗം വരാൻ നോക്ക്. ഓക്ടോ ജാക്സൺ, ഇനി ഡാൻസ് മതിയാക്കാം. നമുക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്. എന്നെയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവരെ നമ്മളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവരെ പോലെ ഒരു ഒക്ടോപസ് ആണ് എന്റെ കുടുംബത്തെ മുഴുവൻ തടവിലാക്കി വെച്ചിരിക്കുന്നത്. എന്റെ ആളുകൾ എന്തിനാണ് നിങ്ങളുടെ കുടുംബത്തെ തടവിലാക്കിയതെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ഇതിൽ എന്റെ തെറ്റെന്താണ്? എന്നെയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകൂ പ്ലീസ്. ഒരുപക്ഷെ എന്റെ സ്വന്തക്കാരെയും എനിക്ക് കിട്ടിയെങ്കിലോ? ഞാൻ വാക്ക് തരുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. സ്വർണ്ണ മത്സ്യമേ, മനസ്സിലാക്കൂ. നിനക്ക് നിന്റെ കുടുംബാംഗങ്ങളെ കാണാനുള്ള കൊതി പോലെ ഓട്ടോ ജാക്സനും ഉണ്ടാവില്ലേ? പറ, അവന്റെ ആൾക്കാരെ കാണണോന്ന്. ശരി ശരി, ഇവൻ വരികയാണെങ്കിൽ ഇവന്റെ കാര്യം മാത്രം നോക്കണം. വേറെ ഒന്നും അവൻ ചെയ്യാൻ പാടില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എന്നാ വരൂ, നമുക്ക് പോയി അന്വേഷിക്കാം ആരാണ് സ്വർണ്ണ മത്സ്യത്തിന്റെ കുടുംബാംഗങ്ങളെ തടവിലാക്കിയതെന്ന്. വരൂ. എന്റെ അമ്മോ! ചായക്കട ചേട്ടാ, സമോസയ്ക്ക് നന്ദി. യെസ്, പോവാം. മോട്ടു, സമോസ. നിനക്കിന്ന് ഇതിനൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. മോട്ടു അകത്തേക്ക് ചെല്ല്, ചെന്നവനെ കീഴടക്ക. എന്നെ എന്തായി ചെയ്യണേ? പറഞ്ഞ കേൾക്കണില്ല. ഇതിന്റെ ഭവിഷ്യത്ത് നീ തീർച്ചയായിട്ടും അനുഭവിക്കും. വിടാനാ പറഞ്ഞ. ആരെങ്കിലും ഉണ്ടോ? അല്ല, അടിക്കരുത് അടിക്കരുത് അടിക്കരുത്. ഒക്ടോ ജാക്സൺ, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ എത്തിക്കഴിഞ്ഞു. വരൂ വരൂ. ഇന്ന പിടിച്ചോ. ഏയ്, ഈ ചിങ്കത്തിനെയാണോ നിങ്ങൾ പിടിക്കാൻ നോക്കുന്നത്? നിങ്ങളൊക്കെ ഞാൻ വെള്ളം കുടിപ്പിക്കും. എന്നാ പിടിച്ചോ. പുട്ട്, കടല, പപ്പടം, പഴംപൊരി. ചിങ്കം സാറേ, നമ്മൾ ഇവരെ ഒന്നും ചെയ്യാതെ തന്നെ ഒരു വഴിയാക്കി നോക്ക്. അതെ അതെ, നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഇവരൊരു ഗോളമാക്കി മാറ്റിയിരിക്കുന്നു. എനിക്ക് വേണ്ടി നല്ലോണം കറങ്ങട്ടെ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? വേഗം പറ പറ പറ. എന്ത്, എന്റെ ഈ ഒക്ടോബസിനെ അവൻ കീഴടക്കിയോ? ഇനി ഞാൻ വേണം എന്തെങ്കിലും ചെയ്യാൻ. അങ്ങനെയാണോ? എന്നാൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന് നീ ഒന്ന് നോക്ക്. ഓ, എന്താ ഇത്? എന്ത് പണ്ടാരോ ഇത്? ഓ, വേണ്ട. കാണിച്ചു തരാം. കളിക്കാൻ നല്ല രസമുണ്ട്. ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം. ചെല്ലേ.
സയന്റിസ്റ്റ് ചേട്ടാ, നിങ്ങൾ ഡോക്ടർ സരസിത നിലം പതിച്ചിരിക്കുന്നു. ഇനി വന്നോളൂ, ഞാനും നീയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെ ഫൈറ്റ് ചെയ്ത് നോക്കാം. ഇനി ഞാൻ എങ്ങനെ ഫൈറ്റ് ചെയ്യാനാ? എന്റെ സ്വപ്നം മുഴുവനും നീ നശിപ്പിച്ചില്ലേ. ഗോൾഡ് ഫിഷിനെ മോചിപ്പിക്കുകയും ചെയ്തു, ഏറ്റവും വലിയ ഒക്ടോപസിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇനി എനിക്ക് വയ്യ. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി വെളിച്ചമേ ഉള്ളൂ. പക്ഷെ നിന്റെയോ ജീവിതം മുഴുവനും ഇരുട്ട് മാത്രമായിരിക്കും. ഇല്ല. മോട്ടു പത്ലു, എന്നോട് ക്ഷമിക്കൂ. ഞാൻ വളരെ അത്യാഗ്രഹിയായിരുന്നു. എന്നാൽ നിങ്ങൾ കാരണമാണ് എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടിയത്. പിന്നെ സ്വർണ്ണമീനുകളെ, നിങ്ങളോടെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. എല്ലാവരും എന്നോട് ക്ഷമിക്കൂ. മോട്ടു പത്ലു, നിങ്ങൾ ചെയ്ത സഹായത്തിന് എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. പിരിഞ്ഞു പോയ ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങളാണ് ഒത്തിണക്കിയത്. താങ്ക് യു മോട്ടു പത്ലു. മോട്ടു പത്ലു, ഇടയ്ക്കിടയ്ക്ക് എന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വരണേ. ഉറപ്പായിട്ട് വരും ഒക്ടോ, തീർച്ചയായിട്ടും വരും. പക്ഷേ പോകുന്നതിന് മുമ്പ് കുറച്ചു നേരം ഒന്ന് ഡാൻസ് കളിച്ചാലെന്താ? Watch India's largest kids library only on Jio Hotstar. Download the app now.